സസ്പെൻസ് പോയിട്ടൊരു പടം, നല്ലൊരു ഫിനിഷിംഗ് ആ പടം ചെയ്തിരിക്കുന്നത്. സംഗീതം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സംഗീതത്തിന്റെ റോള് സൂപ്പറായിട്ട് സംഗീതം കൊണ്ടുപോയിട്ടുണ്ട്. നിവിൻപോളിയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഗീതനെയാണ്. സംഗീതം നല്ല ഇമോഷണലൊക്കെ നന്നായിട്ട് സംഗീതം ചെയ്തിട്ടുണ്ട്. നല്ല പടം കേട്ടോ. നല്ലൊരു ട്രാഫിക് മോഡൽ, ഒരു ഒറ്റ ദിവസം കൊണ്ട് തീരുന്ന ഒരു കഥ. അങ്ങനെയാണ് പടം പോയത്. മൊത്തം സസ്പെൻസ്. അവസാനമാകത്തേക്ക് നമുക്ക് ലിസ്റ്റ് പോകും. നമുക്കറിയാം വരാൻ പോകുന്നുണ്ടെന്ന് അറിയാം. എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സംഗീതം നന്നായിട്ടുണ്ട്. സംഗീതമാണ് മെയിൻ. അറിയാം, നായികമാർ ലിജോ ആണ് നായിക. പിന്നെ നമ്മുടെ ഷമ്മി തിലകന്റെ മോൻ ചെയ്തിട്ടുണ്ട്, നല്ല റോൾ ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ റോള് ഫുള്ളുണ്ട് പടം. എന്നിട്ട് അവസാനം വരെ പുള്ളി പോയിട്ട് നന്നായിട്ടുണ്ട്. പുള്ളി നന്നായിട്ടുണ്ട്. പിന്നെ പടം കുഴപ്പമില്ല, നല്ലൊരു പടം. ഫീൽ ഗുഡ്. എടുത്തു പറയാനുള്ള പെർഫോമൻസ് ലിജോ മോളുടെയും സംഗീതന്റെയാണ്. നിവിൻ പോളി സാധാരണ ഒരു ഓർഡിനറി പേഴ്സൺ ക്യാരക്ടർ. പടം വളരെ നല്ലതാണ്. ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് ഉഗ്രനാണ്. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. അരുൺ വർമ്മയുടെ ഡയറക്ഷൻ നല്ലതാണ്. ഇത് അടുത്ത ഹിറ്റാണ്, നിവിൻ പോളിയുടെ അടുത്ത ഹിറ്റാണ്. എല്ലാവരും തിയേറ്ററിൽ കാണാൻ, ഫാമിലിക്ക് യൂത്തിനും എല്ലാം ഇഷ്ടപ്പെടും. യാതൊരു വൾഗാരിറ്റി വയലൻസ് ഒന്നുമില്ല. എല്ലാം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മെസ്സേജ്, നല്ല മെസ്സേജും ഉണ്ട്. എന്റർടൈൻ മാത്രമല്ല, ഇന്നലത്തെ പടമാണ് എന്റർടൈൻ മാത്രമാണ്. ഇപ്പൊ ഇത് എന്റർടൈനറും ആണ്, ഒപ്പം നല്ല മെസ്സേജും ഉണ്ട്. ട്രെയിലർ നമ്മൾ എന്ത് കണ്ടു അതേപോലെ തന്നെയാണ്. അവസാനം ക്ലൈമാക്സ് ആണ് കുറച്ച് ഇമോഷണലാണ്. ഇങ്ങനത്തെ മൂവീസ് ഇപ്പൊ കുറവാണ്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ഉഗ്രനാണ്, സ്ക്രിപ്റ്റാണ്. എടുത്തു പറയാവുന്ന ലിജോ മോളുടെയും സംഗീതത്തിന്റെ പെർഫോമൻസ് ആണ്. ട്രാഫിക് ഫുൾ ത്രില്ലറാണല്ലോ. ഇത് കുറച്ച് ഇമോഷൻസ് എല്ലാം ഉണ്ട്. ഏതായാലും ലിസ്റ്റ് നല്ല കാശ് കിട്ടി എന്ന് പറയാം. പടം അടുത്ത 100 കോടി തന്നെയാണ്. നിവിൻ പോളിയുടെ അടുത്ത 100 കോടിയാണ്. ഒരുപാട് ട്വിസ്റ്റ് ഒരുപാടുണ്ട്. പിന്നെ നല്ല മെസ്സേജ് ഉണ്ട്. സംഗീതം ലിജോ മോൾ സംഗീതം താർത്തുന്നുണ്ട്. നിവിൻ പോളി പഴയ ഒരു ആരിട്ടൻ സ്റ്റൈലാണ്. ബോയ് നെക്സ്റ്റ് ഡോർ സാധാരണക്കാരനായിട്ട്. എന്തായാലും പടം ഇറ്റാണ്, ഉറപ്പാണ്. അപ്പൊ ഇത്തരം സിനിമകൾ, ഇത്തരം കഥകൾ നമ്മൾ സഹായിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരം സിനിമകൾ ഇവിടെ വിജയിക്കേണ്ടതുണ്ട്. നമുക്കൊരു തിരിച്ചറിവാണ് സിനിമ എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിലൂടെ നമുക്ക് അറിവുണ്ടാവുന്നത്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കാണുക. നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല. മാതാപിതാക്കൾ കാണുക, അതായത് മക്കളില്ലാത്ത അച്ഛനമ്മമാർ കാണുക, സഹോദരങ്ങൾ കാണുക, ഒരു സഹോദരിക്ക് വേണ്ടി ഒരു സഹോദരൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കാണുക. ഇതൊരു വലിയ സിനിമ തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാഠമാകും. നിങ്ങൾക്കൊരു ചെറിയൊരു അനുഭവമെങ്കിലും ഈ ജീവിതത്തിൽ ഈ പടത്തിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കാൻ. നല്ല സിനിമയാണ്. കുടുംബ പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കും. ഇത് ഒരു നിവിൻ പോളിയുടെ കരിയറിലെ ഇപ്പൊ അടുത്തൊരു 3ാമത്തെ ഹിറ്റാണ്. ലാലേട്ടന് ശേഷം എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ക്യൂട്ട്നെസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ നിവിൻ പോളി തന്നെയാണ്. അദ്ദേഹത്തിനോട് നമുക്ക് വലിയൊരു ആരാധനയുണ്ട്. എന്തായാലും മികച്ച നടനും, മികച്ച ഡയറക്ടറും, മികച്ച റൈറ്ററും, അതുപോലെ തന്നെ മികച്ച എഡിറ്റിംഗ്, ഡബ് എല്ലാം എന്തുകൊണ്ടും ഒരു മികച്ച സിനിമയാണ്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണുക. നല്ല ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മെയിനായിട്ട് ഇതിൽ നിവിൻ പോളി എന്നുള്ള ഒരു താരത്തെ വെച്ചല്ല അവർ പ്രൊജക്ട് ചെയ്തത്. അത് പ്രൊഡ്യൂസർ തന്നെ ഒരു ഇവന്റിൽ പറഞ്ഞു അങ്ങനെ ഈ സിനിമയെ പ്രൊജക്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇതിനകത്ത് കഥയ്ക്കാണ് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻസ്. അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. സംഗീത്, ലിജോ മോള്, അഭിമന്യു എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. പിന്നെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ആ ഒരു ബേബി ഗേൾ, പെൺകുട്ടി, അതിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു മെസ്സേജും സിനിമ തരുന്നുണ്ട്. പിന്നെ 1-2 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിന്റെ ആ ഒരു ട്രാഫിക് പോലീസിങ്, അതുപോലുള്ള ത്രില്ലിംഗ് മൊമെന്റ്സ്, അത് സാംസിയൻസിന്റെ BGM-ഓടുകൂടി തിയേറ്ററിൽ കാണുമ്പോൾ ഗംഭീര ഗ്രിപ്പിംഗ് ആണ്. സമയം പോയത് അറിയേയില്ല. ഓരോ സീനും വളരെ നാച്ചുറലായിട്ട് ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അവസാനം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇമോഷണലി കാണുന്നവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല മെസ്സേജുള്ള, നല്ല ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയായിട്ടാണ് ബേബി ഗേൾ വന്നിരിക്കുന്നത്.